വിശ്വസിക്കാൻ ഒന്നും പഠിപ്പിക്കപ്പെടാതിരിക്കുകയും നിഷേധിക്കാൻ മാത്രം പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു വിഭാഗമാണ് കേരളത്തിലെ വഹാബികൾ. റഷീദുല്ല, മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി പോലെയുള്ള ഈജിപ്ഷ്യൻ മതയുക്തിവാദികളെ ഒരു കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകന്മാരായി എഴുന്നള്ളിക്കുകയും പിന്നീട് അവരുടെ മതയുക്തിവാദം തിരിച്ചറിഞ്ഞ് ഒരു വിഭാഗം മുജാഹിദുകൾ അവരെ കൈയൊഴിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ആ ഈജിപ്ഷ്യൻ മതയുക്തിവാദികളിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളിൽ നിന്ന് വലിയൊരു ഭാഗവും ഇപ്പോഴും വഹാബികൾ കൈയൊഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടുതന്നെ വിശ്വസിക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനേക്കാളേറെ നിഷേധിക്കാൻ എന്തൊക്കെ പഴുതുണ്ട് എന്ന് ചിന്തിക്കുകയും അങ്ങനെ ചിന്തിക്കാൻ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ വഹാബികൾ. ഇത്തരം നിലപാടിന്റെ ഭാഗമാണ് അടിക്കടി ആശയങ്ങൾ മാറ്റിപ്പറയുകയും തിരുത്തി പറയുകയും റഫീഖ് സലഫിയെ പോലെയുള്ള വഹാബികളുടെ വാക്കും കീറച്ചാക്കും ഒരുപോലെയാണ് എന്ന് പറയത്തക്ക രീതിയിൽ അവരുടെ മതനിലപാടുകൾ പരിഹാസ്യമാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബുകളിലൂടെ കയറി മേഞ്ഞ് ഇസ്ലാമിലെ യഥാർത്ഥ വിശ്വാസങ്ങളെ നിഷേധിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും എന്തൊക്കെ പഴുതുകളുണ്ട് എന്ന് ചിന്തിക്കുന്ന മിണ്ടാപ്രാണിയായ റഫീഖ് സലഫി ഇപ്പൊ തേടിപ്പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഏതോ ഒരാൾ കന്നിമൂലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ശകലമാണ്. ആ ശകലം വെച്ചുകൊണ്ട് അയാൾ ഉന്നം വെക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അവർ പറയുന്ന മതം മതവിരുദ്ധമാണ് എന്നുമൊക്കെയാണ്. അതിൽ അദ്ദേഹം കന്നിമൂലയെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ആ സംസാരം കേട്ടാൽ എത്രമാത്രം അപകടകരമാണത് എന്നും മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ എത്രമാത്രം ആസൂത്രിതമായിക്കൊണ്ടാണ് ഇവർ തകർക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നൊന്നര ഡയലോഗാണ് റഫീഖ് സലഫി കാച്ചിയത്. ഇയാൾ ഇങ്ങനെയാണ് റേഡിയോ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് ഡയലോഗ് പലതും കാച്ചും. ഈ അടുത്ത് ഒരു വീഡിയോയുടെ തമ്പിലയില് വിനീതനായ എന്റെയൊക്കെ ഫോട്ടോ വെച്ച് മറുപടി പറയുന്നു എന്ന വ്യാജേന യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ട റഫീഖ് സലഫി എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കുമെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷെ മറുപടിക്ക് വന്ന് കുഴിയിലിറങ്ങിയ റഫീഖ് സലഫി ഇപ്പോ ആ കുഴിയിൽ കിടന്നുകൊണ്ട് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന രോദനങ്ങളാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ. ആ കന്നിമൂലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഫീഖ് സലഫി കൊണ്ടുവന്ന ക്ലിപ്പിട്ടുകൊണ്ട് അദ്ദേഹം മുസ്ലിമീങ്ങളെ വല്ലാതെ ബേജാറാക്കുകയാണ്. എന്നാൽ സലഫി താങ്കൾ ജിന്ന് വഹാബികളുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ് ഈ ജാതി ഡയലോഗുമായി രംഗത്ത് വരുന്നത്. നവോത്ഥാനത്തിന്റെ പേരിൽ കഴിഞ്ഞ 10-70 കൊല്ലക്കാലം കേരളത്തിലെ വഹാബികൾ എന്തൊക്കെ മതത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരുന്നോ ആ വെട്ടിമാറ്റിയിരുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പരിധിയും ലംഘിച്ച് ഏറ്റവും അന്ധവിശ്വാസപരമായി അവതരിപ്പിച്ച കക്ഷികളാണ് നിങ്ങൾ. ഒരു വീടിന്റെ ഒരു മൂലയെ സംബന്ധിച്ച് ഒരാൾ പറഞ്ഞ ക്ലിപ്പാണ് താങ്കൾ ഈ കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ താങ്കളൊക്കെ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്ന ജിന്ന് മുജാഹിദിന്റെ ഫൗണ്ടറായ സക്കരിയ സ്വലാഹി ഒരു വീടിന്റെ മൂല മാത്രമല്ല വീട് തന്നെ വെക്കുന്നിടത്ത് അദ്ദേഹം പഠിപ്പിച്ചുപോയ കടുത്ത അന്ധവിശ്വാസം ഒന്ന് കേട്ടു നോക്കാം. പിന്നെ വീടെടുക്കുമ്പോ പല ശൈത്താന്മാരെ ആവാസ സ്ഥലങ്ങൾ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ശൈത്താന്മാരുടെ ആവാസ സ്ഥലം ഇങ്ങനെ കഴിഞ്ഞ 10-20 കൊല്ലക്കാലം ചെകുത്താനെയും ജിന്നെയും വെച്ച് ഗവേഷണം നടത്തി ആയുസ് കളഞ്ഞ ഒരു വിഭാഗമാണ് റഫീഖ് സലഫിയുടെ ജിന്ന് മുജാഹിദുകളെന്ന് ഇത്തരം ഡയലോഗുമായി രംഗപ്രവേശനം ചെയ്യുമ്പോ മറന്നുപോകരുത്. കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് അവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കുറച്ച് ഭദ്രമൊക്കെ ഉണ്ടാവും. അതിനെ പേടിച്ച് വയറ്റുണ്ടോ കുടിക്കേണ്ടി കാണണം. ഇത്തരം ശൈത്താന്മാരുടെ ആവാസ സ്ഥലങ്ങളിൽ വീട് വെച്ചാൽ അവിടെ ശൈത്താന്മാര് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ആ ഉപദ്രവത്തിന് പരിഹാരമായി നിസ്കാരവും ഖുർആനോത്തും മാത്രം നടത്തിയിട്ട് കാര്യമല്ല, അത് നിങ്ങളല്ലേ നടത്തുള്ളൂ, വീട്ടിൽ മറ്റുള്ളവർ നടത്തൂലല്ലോ എന്ന് പറഞ്ഞ് ചെകുത്താനേറും ജിന്നേറും ഒക്കെ റഫീഖ് സലഫിയുടെ ജിന്ന് വഹാബി പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറായ സക്കരിയ സ്വലാഹി പഠിപ്പിച്ചു തരികയാണ്. ശൈത്താൻ വഴി കാവ്, അമ്പലം, അവിടെയൊക്കെ ശൈത്താന്മാരെ ആവാഹിച്ചു കൊണ്ടുവന്നിട്ട് ഈ ശൈത്താന്മാരെ കുടിയിരുത്തിയ സ്ഥലം അവിടെ ഒഴിച്ചു പോയിട്ടെങ്കിൽ അവിടെ വീടുണ്ടാക്കിയ ഓർക്ക് ശല്യ. ഒരു വീടിന്റെ മൂല മാത്രമല്ല വീട് മൊത്തം ശൈത്താൻ വിഴുങ്ങിക്കളയുന്ന കഥയാണ് സക്കരിയ സ്വലാഹി പറഞ്ഞു തരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഓരോരോ ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെ, ചാത്തനേറ് ഒറ്റൊക്കെ കേട്ടില്ലേ? ഇതൊക്കെ നേരെ തന്നെ കഴിയും. ചാത്തനേറും ചെകുത്താനേറും ഒക്കെ നേരെന്നെയാണ്, അത് ശരി തന്നെയാണ് എന്നാണ് നവോത്ഥാനത്തിന്റെ ഭാഗമായി റഫീഖ് സലഫിയുടെ വഹാബി പ്രസ്ഥാനം മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ആയത്തുൽ കുർസിയും ഖുർആനും കൃത്യമായ തഹജ്ജുദും ഒക്കെ ഉണ്ടെങ്കിൽ ബാങ്കും ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകും.
പക്ഷെ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടാവും. ഒന്ന് മുഖമ്പത്തിന് ബേജാറാവും. ഒരു വീടിന്റെ മൂല മാത്രമല്ല, വീട് മൊത്തം ചെകുത്താൻ വിഴുങ്ങിക്കളയുകയാണ്. ചാത്തനേറും ചെകുത്താനേറും ഒക്കെ എങ്ങനെയാണ് ഒരു വീടിനെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നും അങ്ങനെ ചെകുത്താനെ പേടിച്ച് വീട് വിറ്റ് രക്ഷപ്പെടേണ്ട മാർഗവുമൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. റഫീഖ് സലഫി കൊണ്ടുവന്ന കന്നിമൂല ക്ലിപ്പൊക്കെ സക്കരിയ സ്വലാഹിയുടെ ഈ ചാത്തനേറ് ക്ലിപ്പിന്റെ അടുത്ത് എങ്ങനെ പകരം വെക്കാനാവും സലഫി? മിണ്ടാപ്രാണിയായതുകൊണ്ട് താങ്കൾക്ക് പിന്നെ യൂട്യൂബിൽ എന്തെങ്കിലും വിസർജിച്ചു പോയാൽ മതിയല്ലോ. ആ കന്നിമൂല ക്ലിപ്പ് വെച്ചിട്ട് റഫീഖ് സലഫി സുന്നി പണ്ഡിതന്മാരെ മൊത്തം കാടടച്ച് വെടിവെക്കാൻ വേണ്ടി ആക്ഷേപങ്ങളുമായി വീണ്ടും രംഗത്ത് വരികയാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, കേട്ടു റഫീഖ് സലഫി. ഒന്നാന്തരം ചാത്തനേറിന്റെ കഥ, ഒന്നാന്തരം ചെകുത്താൻ ആവാസ സ്ഥലങ്ങളുടെ കഥ, ചെകുത്താനെ പേടിച്ച് സ്ഥലം വിറ്റ് വീട് വെക്കാൻ മറ്റു സ്ഥലം തേടി പോകുന്ന കഥ, ഇതൊക്കെ നന്നായി കേട്ടു. പറഞ്ഞു തന്നത് വേറെ പുറമക്കാരാരുമല്ല, സാക്ഷാൽ താങ്കളെ വഹാബി പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറായ സക്കരിയ സ്വലാഹി. എത്രമാത്രം അപകടകരമായ വിശ്വാസത്തിലേക്കാണ് ഈ മുസ്ലിയാർ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ സംശയം? കേരളത്തിലെ സുന്നികൾ പോലും ചാത്തനേറ് പേടിച്ച് സ്ഥലം വിറ്റുപോകാൻ സമുദായത്തെ പഠിപ്പിക്കാറില്ല. അജ്ജാദിയല്ലേ ഈ മുതല് പഠിപ്പിച്ചു തന്നത്. കടുത്ത ശിർക്കിലേക്കും കുഫറിലേക്കുമാണ് ഇദ്ദേഹം ക്ഷണിക്കുന്നത്. ഇദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ് എന്ന് എനിക്കറിയില്ല. എനിക്ക് താങ്കൾ ഏത് പാർട്ടിക്കാരനാണ് എന്നറിയാം. ഈ ചാത്തനേറ് പഠിപ്പിച്ച മൗലവി ഏത് പാർട്ടിക്കാരനാണ് എന്നും എനിക്കറിയാം. 21 കൊണ്ടുവന്ന വഹാബി കപട നവോത്ഥാനത്തിന്റെ മൂലക്കല്ല് പറിച്ചെടുത്ത് അടിത്തറ മാന്തി പകരം ജിന്നു മുജാഹിദിനെ പ്രതിഷ്ഠിച്ച ഒരു വലിയ വഹാബി പണ്ഡിതനാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹം ഹിസ്ബു ഷെയ്ത്വാൻ, അള്ളാഹുവിന്റെ പാർട്ടിയല്ല, പിശാചിന്റെ പാർട്ടിക്കാരനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് കാര്യമാണ്, ഒരു സംശയവും ആ വിഷയത്തിലില്ല. കാരണം റഫീഖ് സലഫിക്കും സക്കരിയ സ്വലാഹിക്കും കൂടെയുള്ള വഹാബി മൗലവിമാർക്കുമൊക്കെ 10-20 കൊല്ലമായിട്ട് കാര്യമായിട്ടുള്ള ഗവേഷണം ചെകുത്താന്റെ കാര്യത്തിലും ജിന്നിന്റെ കാര്യത്തിലുമാണല്ലോ. കാരണം പൈശാചികമായ ആദർശമാണ് ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണല്ലോ ലക്ഷക്കണക്കിന് കാശ് ചിലവഴിച്ചുകൊണ്ട് എടുത്ത വീട് അതൊക്കെ പൊളിച്ചു കളയുന്നു ചില മുസ്ലിമീങ്ങൾ. എന്തുമാത്രം വേദനാജനകമായ കാര്യമാണിത്. വീട് പൊളിച്ചു കളയുക മാത്രമല്ല മൗലവി, നല്ലൊരു വീട് വെക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു വാങ്ങിയ സ്ഥലം ചാത്തനേറുണ്ടെന്ന് പേടിച്ച്, ചെകുത്താൻ ആവാസ സ്ഥലമാണെന്ന് പേടിച്ച് ചില്ലറ വിലക്ക് വിറ്റ് ഓടി രക്ഷപ്പെടുന്ന മുജാഹിദുകളുടെ കഥയല്ലേ ഈ കേൾക്കുന്നത്? ഒരു വീടിന്റെ വാതില് മാറ്റുന്നതിനേക്കാൾ അപകടമല്ലേ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു വാങ്ങിയ സ്ഥലം ചെകുത്താനേറുണ്ടെന്ന് പറഞ്ഞ് വിലയിടിഞ്ഞു പോകുന്നത്? ഇനി റഫീഖ് സലഫി കന്നിമൂലയുടെ മതപ്രമാണം പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ഈ കന്നിമൂല എന്ന് പറഞ്ഞാൽ? അതിനോട് വിശ്വാസി ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? അതൊക്കെ വിവരമുള്ള, വാക്കിന് സ്ഥിരതയുള്ള, പ്രമാണത്തിന്റെ പിൻബലമുള്ള പണ്ഡിതന്മാര് പറയും. റഫീഖ് സലഫിയൊക്കെ സമുദായത്തോട് പറഞ്ഞ മതത്തിൽ നിന്ന് എത്ര മതവിഷയങ്ങൾ ഇപ്പോ അതേപടി നിലനിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോ പിറകോട്ട് വണ്ടി ഓടിക്കുന്ന സമയമാണ്. 10-70 കൊല്ലക്കാലം വഹാബി മൗലവിമാര് ആശ്രാന്ത പരിശ്രമം നടത്തി സ്ഥാപിച്ചെടുത്ത വിശ്വാസങ്ങളെ മുഴുവനും എങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാമെന്ന് ചിന്തിച്ച് അപ്ഡേഷനുകൾ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് കന്നിമൂലയുടെ എന്ന് മാത്രമല്ല ഒന്നിന്റെയും മതവിധി പറഞ്ഞു കൊടുത്താൽ അതിന് ഇത്ര ആഴ്ചക്കാലം ആയുസ്സുണ്ടാകുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തുകൊണ്ട് മാത്രം മതം പറയിപ്പിക്കേണ്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമുദായത്തോട് ഇതിനുവേണ്ടി നിങ്ങളൊന്നും ഒച്ചവെക്കാതിരിക്കുകയാണ് നല്ലത്. കന്നിമൂലയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക പ്രമാണം എന്തെന്ന് വാക്കിന് സ്ഥിരതയുള്ള, പറഞ്ഞത് പിന്നീട് മാറ്റിപ്പറയാത്ത, പ്രമാണ പിൻബലമുള്ള ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ സഹോദരന്മാർ, ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. നല്ല വീടെടുത്ത് വെച്ചു, പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നൊരു ചങ്ങാതിയെ മൂപ്പര് വന്നിട്ട് പറഞ്ഞു, ഈ റൂം അങ്ങ് പറിച്ചു കളയണം, മറ്റേ റൂം അപ്പുറത്താക്കണം, ഇപ്പുറത്താക്കണം. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിനുറുപ്പിക ചെലവഴിച്ച സാധുവിന്റെ പണം മുഴുവനും തൊലച്ചു. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കക്ഷികൾ അവരുടെ ദേവാലയങ്ങളിലും ദൈവങ്ങളിലുമൊക്കെയുള്ള വിശ്വാസപ്രകാരം, അവരുടെ ദൈവത്തിന്റെയും ദേവാലയങ്ങളിലുള്ളയും ചില വിശ്വാസപ്രകാരം അവരുടെ വിഗ്രഹങ്ങളുടെ തലയും കാലുമൊക്കെ നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ വണ്ടി കയറാൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഞാൻ ചോദിച്ചു, എന്തേ അതിലെങ്ങ് മുറിച്ചാ പോരെ? എന്നോട് പറഞ്ഞ കന്നിമൂലയാ ഉസ്താദേ, കന്നിമൂലയാ മുറിച്ച
കുടിച്ചാൽ അപ്പാട് ഹലാക്കായി പോകും. ഞാൻ ചോദിച്ചു, എന്റെ വീട്ടിന്റെ കന്നിമൂല കണ്ടിരോ നിങ്ങൾ? ഞാൻ ഇതുവരെയും ഹലാക്കാകാതെ ബാക്കിയില്ലേ? ഓ സുഹൃത്തുക്കളെ, പറയട്ടെ, വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തങ്ങന്മാരെ വിളിച്ചോ, ആലിമീങ്ങളെ വിളിച്ചോ, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ, എന്നിട്ട് അവരൊരു ബറക്കത്തിന് വേണ്ടി ഒരു സ്ഥലം കാണിച്ചു തന്നാൽ അത് നിങ്ങൾ നിർണയിച്ചോ? അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റല്ല. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. കന്നിമൂല എന്ന് പറയുന്ന ഭാഗം ഒരുപക്ഷെ തെക്കൻ വെയിൽ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ അതാ ഇരിക്കുന്നവർക്ക് ആരോഗ്യം കുറയാൻ സാധ്യതയുണ്ട്. അവിടെ വെയിലെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ സ്ഥലത്ത് നല്ല മരം വെച്ച് പിടിപ്പിച്ചാൽ, അതുപോലെ ഉയർന്നു നിന്നാൽ വെയിലിനൊരു തണല് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ കാലത്ത് ചിലരൊക്കെ ആ ഭാഗത്ത് അതാ ഒരു പുളിമരം നട്ടിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും മരം നട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ തെക്കൻ വെയിൽ അടിക്കാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ്. അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇങ്ങനെ വളരെ കൃത്യമായും വ്യക്തമായും അന്ധവിശ്വാസങ്ങളായും വിശ്വാസങ്ങളായും നിർവചിച്ച് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്ത കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ നവോത്ഥാനത്തിന്റെ പേരിലുള്ള ഈജിപ്ത്യൻ യുക്തിവാദവും സമാനമായി തന്നെ നവോത്ഥാനത്തിന്റെ അഡ്രസ് വെച്ചുകൊണ്ടുള്ള നെജിദിയൻ തീവ്രവാദവും ചെലവാക്കുന്നതിനു വേണ്ടി സത്യവും അസത്യവും കൂട്ടിക്കുഴക്കാമെന്ന് റഫീഖ് സലഫിയെ പോലെയുള്ള വഹാബി പുരോഹിതന്മാർ കരുതുന്നുണ്ട് എങ്കിൽ താങ്കൾ ഇനിയും വിഡ്ഢിയായിക്കൊണ്ടേയിരിക്കും.